Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആയിട്ടാണ്. അതിനു മുന്നേ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നേ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക. ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ടോണറാണ്. ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടർ ടോണറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോണർ അപ്ലൈ ചെയ്യണമെന്ന് കുറച്ച് നല്ലതാണ്. എന്നിട്ട് കുറച്ച് നേരം ഫേസ് ഒന്ന് ഈ ടോണർ ഒന്ന് അബ്സോർബ് ആവാൻ വിടുക. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ടോണർ നമ്മുടെ ഫേസിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസിങ്ങിനായിട്ട് ഞാൻ മമ്മ എർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവർക്കും ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ചില മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ ഓയിലി ആവും കേട്ടോ. പക്ഷേ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ തീരെ ഓയിലി ആവില്ല. നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആവും. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ നമ്മുടെ മോയ്സ്ചറൈസർ സ്കിന്നിലേക്ക് അബ്സോർബ് ആവണം. അപ്പോൾ മോയ്സ്ചറൈസർ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോയ്സ്ചറൈസിങ്. അപ്പോൾ മോയ്സ്ചറൈസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീമിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ സൺസ്ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ സൺ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് സൺസ്ക്രീം യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്തിട്ട് പുറത്തേക്ക് പോവുക. അപ്പോൾ സൺസ്ക്രീം നല്ലപോലെ ഫേസിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും മമ്മാത്തിൻ്റെ ഒരു സൺസ്ക്രീമാണ്, നല്ല സൺസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നിവ്യയുടെ ഒരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീം ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം ഫേസിൽ മേക്കപ്പ് ചെയ്താൽ മതി. കാരണം സൺസ്ക്രീൻ നമ്മുടെ ഫേസിലേക്ക് നല്ലപോലെ ഒന്ന് അബ്സോർബ് ആയിക്കോട്ടെ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്മിയുടെ 925 വെയ്റ്റ്ലെസ് ഫൗണ്ടേഷനാണ്. നല്ലൊരു ഫൗണ്ടേഷൻ ആട്ടോ. ഞാൻ കൺസീലറൊന്നും യൂസ് ചെയ്യണില്ല. അത്യാവശ്യത്തിന് കവറേജ് കിട്ടുന്നൊരു ഫൗണ്ടേഷനാണ്. പിന്നെ മാത്രമല്ല ഫൗണ്ടേഷൻ നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ്റെ അത്ര ഹെവി അല്ല ഈ പ്രൊഡക്റ്റ്. നല്ല പോലെ നമ്മുടെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവും. നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് കൈ വെച്ച് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പോലെ ബ്ലെൻഡ് ആവട്ടെ നമ്മുടെ ഫേസിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രൈമറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല കോമ്പാക്റ്റ് പൗഡറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ ഫേസിന് കവറേജും തരും. നമുക്ക് മാറ്റ് ഫിനിഷുമാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ. നമ്മുടെ സാധാരണ ഫൗണ്ടേഷൻ്റെ അത്ര നമ്മൾ ഇടുമ്പോൾ നല്ല ഒരു പുട്ടടിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ഫിനിഷാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ തരിക. കോമ്പാക്റ്റ് പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഫൗണ്ടേഷൻ മാത്രമാണ് യൂസ് ചെയ്യണത്. ഇനി നെക്സ്റ്റ് ഞാൻ ഐബ്രോസാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐബ്രോസ് ഞാൻ അധികം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാറില്ല. കാരണം എനിക്ക് അത്യാവശ്യത്തിന് തിക്കുള്ള ഐബ്രോസാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പുള്ള ഏരിയാസിൽ മാത്രമാണ് ഫില്ല് ചെയ്ത് കൊടുക്കണുള്ളൂ. അപ്പോൾ ഐബ്രോസ് ചെയ്യാനായിട്ട് ഞാൻ ആഡ്സ്പ്രോയുടെ ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് തന്നെയാണ്. എൻ്റെ ഐബ്രോസ് നല്ല ബ്ലാക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്രൗൺ യൂസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. കാരണം ബ്രൗൺ യൂസ് ചെയ്താൽ എൻ്റെ ഐബ്രോസിൽ അറിയും. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ അധികം ഐബ്രോസ് അങ്ങോട്ട് കട്ടിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെ ഗ്യാപ്പുള്ള ഭാഗത്ത് മാത്രമാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ നോക്കുമ്പോൾ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിൽ നല്ലതാണ് കേട്ടോ. അത് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് കംഫർട്ടബിൾ ജെൽ ലൈനറും പിന്നെ ഈ ഐബ്രോ പൗഡറുമാണ് കേട്ടോ. ഐബ്രോസും ഞാൻ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്യാപ്പുള്ള ഏരിയാസ് മാത്രമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ മൊത്തം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണില്ല. ഗ്യാപ്പുള്ള ഏരിയാസ് മാത്രമാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണുള്ളൂ. എന്നിട്ട് ഒരു സ്പൂളി വെച്ചോ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചോ നമുക്ക് ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. കാരണം അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും. നമ്മൾ ഐബ്രോസ് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഒരു നാച്ചുറൽ ഫിനിഷിൽ നിന്നോളും ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് ഐ ഷാഡോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിന് പകരം നമ്മുടെ കയ്യിലുള്ള ഏത് ലിപ്സ്റ്റിക് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് അത് ഒരു കുറച്ച് മാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് കണ്ണിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. അധികമൊന്നും എടുക്കണ്ട, കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കാജളോ അങ്ങനെ കാജളൊക്കെ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് അതും കുറച്ച് ഇതുപോലെ എടുക്കുക. ഞാനിപ്പോൾ ഐബ്രോ പൗഡറാണ്, ഞാൻ ഐബ്രോസ് ചെയ്ത അതേ പൗഡർ വെച്ചിട്ട് തന്നെ ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട്.
അതുപോലെ നമ്മൾ വീണ്ടും നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ണിനൊരു പ്രത്യേക ഒരു ലുക്കാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഐ ഷാഡോ ഇട്ടൊരു എഫക്റ്റായിട്ട് കിട്ടുക. നല്ല രസമാണ്, ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും, നമുക്ക് കണ്ണിനൊക്കെ നല്ല ഒരു ഭംഗി കിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഡാസ്ലറിൻ്റെ ഐലൈനർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. 2 കണ്ണിൽ നല്ലപോലെ കട്ടിയിൽ എഴുതി കൊടുക്കാം കേട്ടോ. കാജൽ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് കാജൽ വെച്ചിട്ട്, ഞാനിപ്പോൾ ഡാസ്ലറിൻ്റെ തന്നെ ഒരു കാജലാണ് യൂസ് ചെയ്യണത്. അത് വെച്ചിട്ട് നമ്മൾ ഈ വാട്ടർ ലൈനിൽ ഒരു ഹാഫ് പോജ് മാത്രമായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഒരു ഹാഫ് മാത്രമാണ് എഴുതി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് നല്ലപോലെ പോപ്പപ്പ് ചെയ്ത് നിൽക്കും കേട്ടോ. ഇപ്പോൾ കുഞ്ഞ് കണ്ണുള്ളവരൊക്കെയാണെങ്കിൽ നല്ലപോലെ വിടർന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ലുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മസ്കാരയാണ്. അപ്പോൾ ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ, അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു മസ്കാരയാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ മസ്കാര ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ കണ്ണൊക്കെ നല്ലപോലെ വിടർന്ന് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു മസ്കാര യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മസ്കാര അപ്ലൈ ചെയ്യണത്. അപ്പോൾ 2-3 കോട്ട് മസ്കാര കണ്ണിൽ അപ്ലൈ ചെയ്യാം. മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് നല്ല അട്രാക്റ്റീവ് ആവും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഇനി ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലഷിനായിട്ട് ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ചീക്സിൽ ഇതുപോലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുമെങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നാച്ചുറൽ ഫിനിഷാണ് കേട്ടോ ഇതുപോലെ ചെയ്യണത്. മോസിൻ്റെ മുകളിലും അപ്ലൈ ചെയ്താൽ അധികം ഒന്നും അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും കേട്ടോ. നല്ല രസമാകും നമ്മുടെ ഫേസ് ഒന്ന് കാണാനായിട്ട്. കുറച്ചിങ്ങനെ ചുവന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇതിടുമ്പോൾ. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. ജോയ്ഫുൾ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഒരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ എൻ്റെ അഫോർഡബിൾ മേക്കപ്പ് പ്രൊഡക്ട്സിലെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വീണ്ടും ക്യൂസ് ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. നമ്പർ 4 ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക്. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. ലിപ്സ്റ്റിക്ക് നമ്മുടെ ലിപ്സിൽ കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ശരിക്കും നോർമലായിട്ടുണ്ടാവും. നല്ലൊരു ഷെയ്ഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ലിപ്പ് ലൈനർ വെച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ലിപ്സിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലിപ്പ് ലൈനർ യൂസ് ചെയ്യണത്. ലിപ്പ് ലൈനർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ലിപ്സിനൊക്കെ ഒരു നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൊട്ട് വെക്കുന്നത് എനിക്കൊരു കോൺഫിഡൻസ് ആണ്, അതുകൊണ്ട് ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഐടെക്സിൻ്റെ നോർമൽ പൊട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാനിനി നെക്സ്റ്റ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാധാ ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ജസ്റ്റ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് പിരിച്ച് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോർമൽ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുറച്ചിങ്ങനെ മുടിക്ക് നല്ല ഉള്ളുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും.
അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇയറിങ്സ് ഇടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മേക്കപ്പ് ലുക്കിനകത്ത് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.